Hello dear students, in this video we study Fourier cosine transform and inverse Fourier cosine transform. The Fourier cosine transform of a function f of x is denoted as fc of omega and is defined as fc of omega equal to root of 2 by pi integral 0 to infinity f of x cos omega x dx. Root of 2 by pi integral 0 to infinity f of x cos omega x dx is the Fourier cosine transform of the function f of x. Next, inverse Fourier cosine transform. The inverse Fourier cosine transform of fc of omega is denoted as f of x and is defined as root of 2 by pi integral 0 to infinity fc of omega cos omega x d omega. fc of omega is the Fourier cosine transform. From that, reversing the integral, we get f of x root of 2 by pi integral 0 to infinity fc of omega cos omega x d omega. Fourier cosine transform ആണെങ്കിൽ with respect to x ലാണ് നമ്മുടെ ഫംഗ്ഷൻ with respect to x ലാണ്. സോ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻവേഴ്സ് Fourier cosine transform ആകുമ്പോൾ ഫംഗ്ഷൻ ഒമേഗയിലാണ്. സോ ഇൻ്റഗ്രേറ്റ് with respect to omega. Find the Fourier cosine transform of f of x equal to x if 0 less than x less than 2, 0 if x greater than 2. Fourier cosine transform equation എന്താണ്? The Fourier cosine transform is fc of omega equal to root of 2 by pi integral 0 to infinity f of x cos omega x dx. That is equal to root of 2 by pi integral 0 to infinity ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പം 0 to 2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ്. അപ്പം ഇൻ്റഗ്രൽ 0 to 2 എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2, അതായത് ഇൻ്റഗ്രൽ 2 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ 0 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പം നമുക്ക് ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഫസ്റ്റ് ഇൻ്റഗ്രൽ മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 to 2 എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. എക്സ് കോസ് ഒമേഗ എക്സിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം? നമുക്ക് ബെർണോളിസ് ഫോർമുല ഫോർ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതാണ് ഇഫ് യു ആൻഡ് വി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ദെൻ ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഈക്വൽ ടു യു വി 1 മൈനസ് യു ഡാഷ് വി 2 plus u double dash v3 minus etc. Integral uv dx equal to first function into integral of second v1 എന്ന് പറഞ്ഞ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് യു ഡാഷ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് this v1 integral v2 plus again differentiating this function v dash ന്റെ derivative u dash ന്റെ derivative u double dash v2 ന്റെ integral v3. അപ്പോൾ u dash u double dash u triple dash ഇതെല്ലാം സക്സസീവ് ഡെറിവേറ്റീവ്സ് ഓഫ് u ആയിരിക്കും. v1 v2 v3 എല്ലാം സക്സസീവ് ഇൻ്റഗ്രൽസ്. അപ്പം ഈ ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെയുള്ള ഇൻ്റഗ്രൽസ് എല്ലാം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ എക്സിൻ്റെ പവർ വരുന്ന എക്സ് സ്ക്വയർ ഒക്കെ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദിസ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ എഗെയിൻ ഡെറിവേറ്റീവ് സെക്കൻഡിൻ്റെ എഗെയിൻ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ നമുക്കത് യൂസ് ചെയ്തിട്ട് ഇവിടെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ദിസ് ഈസ് ദ സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് യു ഇത് വി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ. വാട്ട് ഈസ് ഇൻ്റഗ്രൽ? കോസ് എ എക്സ് ഡി എക്സ്. കോസ് എ എക്സ് ഡി എക്സ് ഈസ് sin ax by coefficient of x a. Here cos omega x in integral എന്ത് വരും? sin omega x by coefficient of x. Coefficient of x is omega minus first function എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? സൈൻ ഒമേഗ എക്സ് ഇൻ്റഗ്രൽ സൈൻ എ എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എ എക്സ് by coefficient of x is a.
that is equal to minus cos ax by cos omega ആണ് ഇവിടെ cos omega x by omega ഇവിടെ ഒരു ഒമേഗയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മൈനസ് വരുന്നതെല്ലാം ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ഡെറിവേറ്റീവ്സ് എഴുതണം. അല്ലാണ്ട് ഇത് മൈനസ് മൈനസ് പ്ലസ് ആക്കി എഴുതല്. ഓരോ ഫംഗ്ഷനും ഓരോ ബ്രാക്കറ്റിൽ എഴുതുക. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് ബ്രാക്കറ്റ് കൊടുക്കുക. ലാസ്റ്റിലെ മൈനസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവോ. ലിമിറ്റ് 0 to 2 that is equal to root of 2 by pi upper limit 2 sin omega x into കൊടുക്കുക sin omega 2 by omega minus minus plus cos omega 2 omega x അല്ലേ ഇവിടെ omega 2 by omega square മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് 0 എടുക്കുമ്പോൾ ഇത് 0 ആകും. ഇവിടെ എന്ത് വരും? മൈനസ് മൈനസ് പ്ലസ് കോസ് 0 ബൈ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ 2 സൈൻ 2 ഒമേഗ ബൈ ഒമേഗ പ്ലസ് കോസ് 2 ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് കോസ് 0 ഈസ് 1 ബൈ ഒമേഗ സ്ക്വയർ. That is equal to root of 2 by pi LCM എന്താണ്? ഒമേഗ സ്ക്വയർ. ഇവിടെ ഒമേഗ അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 2 ഒമേഗ സൈൻ 2 ഒമേഗ പ്ലസ് കോസ് 2 ഒമേഗ മൈനസ് 1. ദിസ് ഈസ് ദ ഫോറിയർ കോസൈൻ ട്രാൻസ്ഫോം ഓഫ് അവർ ഗിവൺ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the Fourier cosine transform of f of x equal to e raised to minus ax a greater than 0. fc of omega equal to cosine transform equation root of 2 by pi integral 0 to infinity f of x cos omega x dx. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുക. റൂട്ട് ഓഫ് 2 by pi integral 0 to എന്താ വന്നിരിക്കുന്നത്? നമ്മുടെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് തന്നിട്ടില്ലല്ലോ. അപ്പം 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എ എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. എന്തായിരുന്നു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ റിസൾട്ട് പഠിച്ചു വച്ചിരിക്കണം. ഇത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ എ എന്താണ്? ഇതോട് കമ്പയർ ചെയ്ത് നോക്കുമ്പം എ ഈക്വൽ ടു ഇവിടെ എന്താണ്? മൈനസ് എ ആണ്. ബി ആരാണ്? ഒമേഗ. റൂട്ട് ഓഫ് 2 by pi ഇ റേസ് ടു എ എക്സ്. ഇ റേസ് ടു എക്സ് ആകുമ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എ ആണ്. മൈനസ് എ എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി ഒമേഗ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിവിടെ എ ഈക്വൽ ടു മൈനസ് എയും ബി ഈക്വൽ ടു ഒമേഗയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രേ ചെയ്യുന്നുള്ളൂ. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് എ കോസ് ബി എക്സ് കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ്. സൈൻ ഒമേഗ എക്സ് ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. Okay, that is equal to root of 2 by pi upper limit എന്ത് കൊടുക്കുന്നു? ഇൻഫിനിറ്റി. അപ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താണ്? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. അപ്പം നമുക്കിതങ്ങ് 0 കൊടുക്കാമല്ലോ. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് എക്സിന് എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. അപ്പം ഇ റേസ് ടു 0 ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് എ കോസ് ഒമേഗ ഇൻറ്റു എക്സ്. എക്സ് ഈസ് 0 കോസ് 0 പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 0.
that is equal to root of 2 by pi e raised to 0 minus 1 by a square plus omega square into e raised to 0 is 1 minus 1 by a square plus omega square into minus a cos 0 is 1 sin 0 0. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും റൂട്ട് ഓഫ് 2 by pi a by a square plus omega square. അപ്പം ഈ റിസൾട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അപ്പം ദിസ് ഈസ് ദ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ്. ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് 0 less than x less than pi. Fourier cosine transform is given by fc of omega equal to root of 2 by pi integral 0 to infinity f of x cos omega x dx. That is equal to root of 2 by pi integral 0 to pi f of x is sin x cos omega x dx. എന്തായിരുന്നു 2 sin a cos b 2 sin a cos b equal to sin of a plus b plus sin of a minus b. 2 sin a cos b equal to sin of a plus b plus sin of a minus b. Therefore this is equal to root of 2 by pi sin a cos b അപ്പോൾ എന്ത് വരും 1/2 sin of a plus b plus sin of a minus b അല്ലേ. ഹിയർ a ഈക്വൽ ടു എക്സ് ആൻഡ് b ഈക്വൽ ടു ഒമേഗ എക്സ്. സൈൻ എക്സ് കോസ് ഒമേഗ എക്സ് അപ്പോൾ എന്ത് വരും 1/2 സൈൻ ഓഫ് എ പ്ലസ് ബി എക്സ് പ്ലസ് ഒമേഗ എക്സ് പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് ഒമേഗ എക്സ്. Limit integral 0 to pi dx. That is equal to root of 2 by pi into 1/2 integral 0 to pi sin of x common എടുക്കാം. അപ്പോൾ 1 plus omega into x plus sin 1 minus omega into x dx. That is equal to root of 2 by pi into 1/2 സൈൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത് മൈനസ് കോസ് 1 plus omega into x by എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 plus omega പ്ലസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 1 minus omega into x by എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 minus omega. ലിമിറ്റ് 0 to pi. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ടും 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും ഒരു റൂട്ട് വരും. അപ്പോൾ പൈ ഇൻറ്റു റൂട്ട് പൈ ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് കോസ് 1 plus omega into pi by 1 plus omega minus cos 1 minus omega into x is pi by 1 minus omega minus lower limit x ന് 0 കൊടുക്കുമ്പോൾ ഇതെന്ത് വരും minus cos 0 by 1 plus omega minus cos 0 by 1 minus omega. That is equal to 1 by root of 2 pi into മൈനസ് ഇത് കോസ് പൈ പ്ലസ് ഒമേഗ പൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ 1 plus ഒമേഗ മൈനസ് കോസ് പൈ മൈനസ് ഒമേഗ പൈ ബൈ 1 minus ഒമേഗ മൈനസ് മൈനസ് പ്ലസ് കോസ് 0 1 by 1 plus ഒമേഗ മൈനസ് മൈനസ് പ്ലസ് cos 0 1 by 1 minus omega. Okay. Cos of pi plus theta equal to
minus cos theta and cos of pi minus theta equal to minus cos theta. Cos of pi plus theta and cos of pi minus theta എന്താണ് minus cos theta. That is equal to 1 by root 2 pi into minus cos of pi plus omega pi. Pi plus theta minus cos theta. So minus cos theta is omega pi. അപ്പോൾ ഇവിടെ എന്താ plus cos omega pi by 1 plus omega minus cos pi minus omega pi. Cos pi minus theta minus cos theta. അപ്പോൾ മൈനസ് മൈനസും കൂടെ എന്തായി പ്ലസ് cos omega pi by 1 minus omega plus 1 plus omega plus 1 by 1 minus omega. That is equal to 1 by root 2 pi into ഇതിൽ നിന്നൊരു കോസ് ഒമേഗ പൈ കോമൺ എടുക്കുന്നു. കോസ് ഒമേഗ പൈ ഇൻറ്റു 1 by 1 plus omega plus 1 by 1 minus omega plus 1 by 1 plus omega plus 1 by 1 minus omega. That is equal to 1 by root 2 pi into ഇവിടുന്ന് കോസ് ഒമേഗ പൈ 1 by 1 plus omega plus 1 by 1 minus omega കോമൺ എടുക്കാമല്ലോ. ഇത് ഇങ്ങോട്ട് എഴുതുന്ന 1 by 1 plus omega plus 1 by 1 minus omega. അപ്പോൾ ഇവിടെ എന്ത് വരും കോസ് ഒമേഗ പൈ പ്ലസ് ഇവിടെ എന്താകും 1 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by root 2 pi into cos omega pi plus 1 into ഇത് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും 1 minus omega plus 1 plus omega by 1 plus omega into 1 minus omega. That is equal to 1 by root 2 pi into cos omega pi plus 1 into minus omega plus omega cancel 1 plus 1 2 by 1 plus omega into 1 minus omega 1 minus omega square. 2ഉം റൂട്ട് 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ റൂട്ട് 2 വരും. റൂട്ട് 2 ബൈ റൂട്ട് പൈ ഇൻറ്റു കോസ് ഒമേഗ പൈ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല യൂസ് ചെയ്ത് ഫോമുല മാത്രം അറിഞ്ഞിരുന്നാൽ മതി പ്രോബ്ലം ചെയ്യാൻ. 1 ബൈ എഫ് ഓഫ് എഫ് സി ഓഫ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, thanks.